ഹൈ ഫ്രണ്ട്സ്, നമ്മൾ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ വീഡിയോ നടന്നു നോക്കാം. വളരെ മാന്യമായിട്ടാണ് ലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത്. ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? സമൂഹത്തിൽ ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് ഉദ്ദേശിച്ചത്? ഹായ് ഹലോ, ഇന്നലത്തെ ഈ ഒരു ബിഗ് ബോസ് ഷോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതും അതിലപ്പുറം ഇന്നലെ ബിഗ് ബോസിൽ നടന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, നമ്മളൊക്കെ ഭയങ്കര ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ, ലാലേട്ടൻ ഇങ്ങനെ വന്നിട്ട് പറയണം എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ശനി ഞായർ ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ലക്ഷ്മിയുടെ വായിൽ ഇങ്ങനെ ഒരു കാര്യം വന്ന സമയത്ത് എന്തായാലും ലാലേട്ടൻ വരുന്ന ദിവസം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ലക്ഷ്മിയെ ഇട്ട് പൊരിക്കുന്നുള്ളത് 100% ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറയാം, നല്ല രീതിക്ക് തന്നെ ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നുള്ളൂ. ലക്ഷ്മിയുടെ ഒരു കാര്യം മാത്രമേ ഇപ്പോൾ ഇന്നലെ ലാലേട്ടൻ എടുത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് മസ്താനിയായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂടെ കാര്യം കൂടെ ഇനി നാളെ, അതായത് ഇന്ന് ചർച്ച ചെയ്യാനുള്ളതാണ്. പിന്നെ എന്തായാലും ഇത്രയും ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഷോയിൽ വന്നിട്ട് ലക്ഷ്മിയെ പോലുള്ള ഇത്രയും ബോൾഡായിട്ട് ഫസ്റ്റത്തെ ആ ഒരു എൻട്രിയിലൊക്കെ ഫസ്റ്റ് അവൾ സംസാരം ഒക്കെ കേട്ടപ്പോഴും കണ്ടപ്പോഴും ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവൾ ഭയങ്കര ബോൾഡാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആൾ അതെ, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ലക്ഷ്മി നല്ല ബോൾഡ് ആയിട്ടുള്ളൊരു പെണ്ണാണ്, നല്ല ഉറച്ച മനസ്സുള്ളൊരു പെണ്ണാണ്. കാരണം കഴിഞ്ഞ ദിവസം ലക്ഷ്മിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വന്ന സമയത്ത് എന്തായാലും ലാലേട്ടൻ വരുന്ന ദിവസം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ലക്ഷ്മിയെ ഇട്ട് പൊരിക്കും എന്നുള്ളത് ലക്ഷ്മിയുടെ വായിൽ നിന്ന് കുറച്ച് ഒരു വാക്ക് വീണ്, അതാണ് പുള്ളിക്കാരത്തി ഇപ്പൊ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ലാലേട്ടൻ പറഞ്ഞതും കൂടെ ആയപ്പോൾ ലക്ഷ്മിയോടുള്ള ആ ഒരു ഇഷ്ടം പെട്ടെന്ന് തന്നെ അങ്ങ് കുറയുകയും ചെയ്തു. അതെ, ലക്ഷ്മിയോട് ഇഷ്ടം പോയി. ഞാൻ പറയാം, ചേച്ചി അങ്ങനെ പറയുന്നത് പ്ലീസ് കാല് പിടിക്കാം. ചേച്ചിക്ക് ലക്ഷ്മി ഇഷ്ടപ്പെടണം, ചേച്ചി ലക്ഷ്മി ഇഷ്ടപ്പെടണം. എൻ്റെ ഒരു അഭിപ്രായം, ചേച്ചി ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ഒരു വിട്ടുവെച്ചില്ല, അല്ലെങ്കിൽ ചേച്ചിക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും. ലക്ഷ്മി ഇഷ്ടപ്പെടില്ല, ചേച്ചിക്കെതിരെ കേസ് കൊടുക്കുന്ന കാര്യം ഉറപ്പാണ്. ഞാനിത് പബ്ലിക്കാകും, ഉറപ്പാണ്. ലക്ഷ്മി ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ചേച്ചി ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്മി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുള്ള വീഡിയോ വേണം. തീർച്ചയായിട്ടും ലക്ഷ്മി ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ചേച്ചി സമ്മതിച്ചിരുത്തില്ല. ചേച്ചി ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ചേച്ചി ഇപ്പോൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരിക്കുകയോ? അത് പറയാൻ പാടില്ല, മോശമല്ല. ചേച്ചി ഇത്രയും പബ്ലിക്കായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് ഒരു പെൺകുട്ടിയെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് വെറും മോശമായിട്ടുള്ള പരിപാടി. അത് നടക്കത്തില്ല. ചേച്ചി ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ലക്ഷ്മിയെ ഇഷ്ടമല്ലെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. മോശമാണ് അത്. ലക്ഷ്മി ഇഷ്ടമല്ലെന്ന് പറയാൻ പാടില്ല, മോശമാണ്. പിന്നെ അതിൽ കുറച്ച് ജെന്യുവൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ അക്ബർ ഓക്കെയാണ്. അക്ബർ പറയാറുണ്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നേരെ ചൊവ്വ തന്നെ അക്ബർ പറയാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ അബിയും അതുപോലെ തന്നെ പെരുമാറുന്ന ഒരാളാണ്. എന്താണോ എല്ലാത്തിനും പോയി ഇടപെട്ട് വായി തോന്നിയ മുഴുവൻ വിളിച്ച് പറയാത്തവർ. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേഴ്സണാണ് നമ്മുടെ ജിസേൽ. ആൾ സൂപ്പറാണ്. ആളുടെ ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആളുടെ സംസാരവും മറ്റുള്ളവരോട് ഇനിയിപ്പം എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും ആൾ പറയുന്നത് ഓവർ ആവാറില്ല. ആളുടെ ഒരു രീതിയിൽ ഇത് കുറച്ച് ആളുകൾ കാണുന്ന ഒരു ഷോ ആണ് എന്നുള്ള രീതിയിൽ ആളെപ്പോഴും സംസാരിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻസിനെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബിഗ് ബോസിലെ വിന്നർ ആരായിരിക്കും എന്നുള്ളതും നിങ്ങൾക്കൊന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ്. ചേച്ചി ഈ പറഞ്ഞതൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബർ ഇപ്പം ഈ ഇടയ്ക്ക് തൊട്ടാണ് അക്ബർ കാര്യങ്ങളെല്ലാം മറ്റേന്ന് വെച്ചാൽ അപ്പാനിയുടെയൊക്കെ കൈയും കാലും ഒക്കെ പിടിച്ച് നടക്കുമായിരുന്നു. അതൊക്കെ അതൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ അബിയുടെ കാര്യം പറയാം. അബി അങ്ങനെ കണ്ടമനം കയറി ഇടപെടത്തില്ല, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ പുള്ളി ഭയങ്കര ചൂടാണ്. അപ്പം അത് ഓക്കെ. ജിസൈലിന്റെ കാര്യം ചേച്ചി പറഞ്ഞു. ജിസൈലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമില്ല. കാരണം ജിസൈൽ ഒത്തിരി സംസാരിക്കത്തൊന്നുമില്ല. കാരണം എന്താ അറിയാമോ, ജിസൈൽ ആവശ്യമില്ലാത്ത കാര്യം ഇടപെടില്ല. നേരെ ചിലപ്പോൾ മലയാളം അറിയത്തില്ല. അവർ വരുമ്പോൾ തന്നെ ഒരു സമയം എടുക്കും. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി അങ്ങനെ കയറി അധികം ഒന്നും പറയാത്തത്. മനസ്സിലായിരിക്കും. പിന്നെ ഇവരെയൊക്കെ ചേച്ചിക്ക് ഇഷ്ടമാണല്ലോ, ചേച്ചിന് ഇഷ്ടമല്ല. ചേച്ചി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞങ്ങൾ ഇഷ്ടപ്പെടുകയും ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യണമെന്നില്ലല്ലോ. അനീഷ് മോശമുള്ള ആൾ. എന്ത് അസഭ്യ വാക്കുകൾ അനീഷിന്റെ വായിൽ നിന്ന്. അനീഷ് ആവശ്യമില്ലാത്തടത്ത് കയറി ഉറക്കുന്നുണ്ടോ? അനീഷിനെ എന്താ ചേച്ചിക്ക് പറയാൻ പറ്റും? ചേച്ചി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ പറയത്തുള്ളൂ. അത് ചേച്ചിയുടെ ആദ്യത്തെ സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ ചേച്ചി പറഞ്ഞ കാര്യത്തിന് കുറച്ചുകൂടെ ഞാൻ വ്യക്തത തരാം. അതായത് ചേച്ചി പറഞ്ഞല്ലോ ലക്ഷ്മി അങ്ങനെ പറഞ്ഞു, ലക്ഷ്മിയോട് ഇഷ്ടപ്പെടുന്നു പറയില്ല. ഞാനും ചോദിച്ചില്ല, ഞാൻ കുറേ ചോദിച്ചില്ല. ചേച്ചി ഇഷ്ടപ്പെടണം പറഞ്ഞില്ലയോ? ചേച്ചിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ചേച്ചിക്ക് ലക്ഷ്മി ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ചേച്ചിക്ക് ലക്ഷ്മി ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഞാൻ നിർബന്ധിച്ചാൽ ചേച്ചിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ? ആ ചേച്ചിയുടെ മനസ്സിലുള്ള കാര്യമാണ്. താങ്കളാണ് തീരുമാനിക്കുന്നത് ആരെ ഇഷ്ടപ്പെടണം ആരെ ഇഷ്ടപ്പെടേണ്ടത്. ഇത് തന്നെയുള്ള ലക്ഷ്മി പറഞ്ഞു. ലക്ഷ്മിക്ക് അതിലോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ലക്ഷ്മി തുറന്നു പറഞ്ഞു. അത് ലക്ഷ്മി തുറന്നു പറയുന്നത് തെറ്റായിട്ട് ആർക്കും തോന്നുന്നില്ല. പിന്നെ എല്ലാവരും ഒരേപോലെ ആയിരിക്കാം, എല്ലാവർക്കും ഒരേപോലെയാണ്. പക്ഷെ അവരുടെ പ്രവൃത്തികളാണ്. ആണും പെണ്ണും എല്ലാവർക്കും ജീവിക്കണം, എല്ലാവരും ജീവിക്കണം. അത് അവരൊക്കെ മനുഷ്യരാണ്, അവർക്ക് ജീവിക്കണം. പക്ഷെ അവരുടെ ആ രീതികളും അവരുടെ ആ നിലപാടുകളുമാണ് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് താല്പര്യമില്ലെന്ന്. ഒരു സ്ത്രീയും കൂടെ വിവാഹം കഴിക്കുക, പുരുഷനെ വിവാഹം കഴിക്കുക, അതിന് വിവാഹമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. വിവാഹം എന്ന് പറഞ്ഞൊരു കുടുംബ ജീവിതം എന്ന് പറയുന്നതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അത് എല്ലാം വളച്ചൊടിച്ച് മാറ്റിയാണ്. ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ ആരെയും എതിർക്കുന്ന വ്യക്തിയല്ല. പക്ഷെ ഞാൻ പറഞ്ഞത്
തെറ്റെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ചിലത് ശരിയല്ല എന്ന് കാണുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയും. അങ്ങനെ മാത്രമേ ഉള്ളൂ. ഞാനല്ലാതെ ഒരു കമ്മ്യൂണിറ്റി അധിക്ഷേപിക്കാനുള്ള വന്നതൊന്നുമല്ല. ചേച്ചി പറഞ്ഞതിന് മറുപടി എന്ന് പറയാം. ലക്ഷ്മിയുടെ അഭിപ്രായമാണ് ലക്ഷ്മി പറഞ്ഞത്. നമ്മൾ ഒരിക്കലും ഒരാളെ പോലും ഒരു കാര്യവും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ലാലേട്ടൻ വന്നിട്ട് കുറെ ഷൗട്ട് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചല്ലോ. എത്രയോ ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അതെല്ലാം ഓരോരുത്തരം കാര്യമാണ്. ഇപ്പൊ എൻ്റെ അടുക്ക് എനിക്ക് ഒരാളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നീ അത് ഇഷ്ടപ്പെടരുത് എന്ന് തീരുമാനിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. പിന്നെ പബ്ലിക്കായിട്ട് ഞാൻ ഒരാളെ ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക ചെയ്യരുത്. അത് ഞാൻ നോക്കിക്കോണം. അത് മാത്രമേ ഉള്ളൂ. കാരണം ലക്ഷ്മി ആണെങ്കിലും പബ്ലിക്കായിട്ട് മറ്റുള്ള ഒരാളെ അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിറ്റിയെ ഒരിക്കലും അധിക്ഷേപിക്കാൻ പാടില്ല. അത് ഓക്കെ സമ്മതിച്ച് അതിനകത്ത് ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ ലക്ഷ്മി ആരെ ഇഷ്ടപ്പെടണം, ലക്ഷ്മി ആരെ ഇഷ്ടപ്പെടണ്ട എന്നത് ലക്ഷ്മിയുടെ തീരുമാനമാണ്. അപ്പം ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റത്തില്ല, ഉറപ്പാണ്. ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റും. ഇന്ന് വെച്ചാൽ എത്ര പേരുടെ വീട്ടിൽ കയറ്റാതിരിക്കുന്നുണ്ട്. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ വന്നാൽ കയറ്റുമായിരിക്കും. ഇപ്പോൾ ചേച്ചി ഇങ്ങനെ വീട് ഇട്ടുകൊണ്ട് ചേച്ചി വന്നാൽ കയറ്റും തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വിവാഹം കഴിച്ചേക്കുന്നത് എങ്ങനെ, ഏത് കമ്മ്യൂണിറ്റിയിൽ അല്ലെ എങ്ങനെ എന്ന് മനസ്സിലായി? സ്ത്രീ പുരുഷനെയാണോ അതോ സ്ത്രീയെയാണോ പുരുഷൻ പുരുഷയാണോ? ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് അറിയണം. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അവരെങ്ങനെ ആയിക്കോട്ടെ, അവർ മനുഷ്യരാണ്. അവർ തീരുമാനത്തിലാണ് ഈ പ്രശ്നങ്ങൾ വന്നേക്കുന്നത്. അവരിങ്ങനെ ജീവിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവരുടെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന പാവം പിടിച്ച അവരുടെ അച്ഛനും അമ്മയും വീട്ടുകാരും ഉണ്ട്. അവർക്ക് എന്തെല്ലാം പ്രതീക്ഷകൾ കാണും. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. എല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വേറെ കാര്യമുണ്ട്. എത്രയോ പാവം പിടിച്ച അച്ഛനമ്മമാരുണ്ട്. മക്കളുടെ സ്നേഹം കൊണ്ട് അവർ മിണ്ടാതെ നിന്നിട്ട് അവർ പലതും ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. അവരച്ഛനും അമ്മ സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവരുടെ മക്കൾ എന്ന അല്ലെ മകൻ എന്നല്ല മകൾ എന്ന ഒരു പരിഗണനയിൽ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ സ്വീകരിക്കുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൽ എന്ത് നീറ്റിലായിരിക്കും നമുക്കറിയാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഒരു ഇതായി കഴിയുമ്പോൾ? അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതിലൂടെ ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം.